മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ, നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ദുവറാന തിരുനാളിൻ്റെ നന്മകളും ദൈവാനുഗ്രഹങ്ങളും എല്ലാവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. മലയാളത്തിലെ ക്രൈസ്തവ പ്രമേയങ്ങളെക്കുറിച്ച് ഏറ്റവും സുന്ദരമായി എഴുതിയിട്ടുള്ള എഴുത്തുകാരിൽ ഒരാളാണ് KP അപ്പൻ. അദ്ദേഹത്തിൻ്റെ വിശുദ്ധ വേദപുസ്തകത്തെക്കുറിച്ചുള്ള സുന്ദരമായ ഒരു നിരൂപണ ഗ്രന്ഥമാണ് ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം. ഈ പുസ്തകത്തിൽ അദ്ദേഹം ശ്ലീഹന്മാരെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: മിശിഹായെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഉരുകിത്തീർന്ന മെഴുതിരികളാണ് ശ്ലീഹന്മാർ. ശ്ലീഹന്മാരാകുന്ന മെഴുതിരിയുടെ വെളിച്ചത്തിലാണ് ലോകം നസ്രായനായ ഈശോയെ തിരിച്ചറിഞ്ഞു. ഭാരതത്തിന്റെ വിശാലമായ ഭൂപ്രദേശങ്ങളിൽ നസ്രായനായ ഈശോയുടെ രൂപം കാണിച്ചു കൊടുക്കാൻ വേണ്ടി, അവൻ നൽകിയ രക്ഷയുടെ സന്ദേശം അറിയിക്കുന്നതിന് വേണ്ടി ഉരുകിത്തീർന്ന ഒരു മെഴുതിരിയുടെ ദീപ്തമായ ഓർമ്മകളാണ് ഓരോ ദുവറാന തിരുനാളിലും നമ്മൾ ആഘോഷിക്കുന്നത്. മാർത്തോമാ ശ്ലീഹ എന്ന മെഴുതിരിയുടെ പ്രകാശത്തിലാണ് ഭാരതത്തിലെ ജനകോടികൾ നസ്രായനായ ഈശോയും അവൻ ലോകത്തിലേക്ക് കൊണ്ടുവന്ന രക്ഷയെക്കുറിച്ചും മനസ്സിലാക്കുന്നതും സ്വീകരിക്കുന്നതും അതിൻ്റെ മാധുര്യം ആസ്വദിക്കുന്നു. പൗരസ്ത്യ സഭാപിതാവായ വിശുദ്ധ അപ്രയം തോമാ ശ്ലീഹായെ പ്രകീർത്തിച്ചുകൊണ്ട് ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ഗീതത്തിൽ വർണ്ണിക്കുന്നുണ്ട്: 12-ൽ ഒരുവനായ വലിയ ദീപമേ, കുരിശിൽ നിന്നുള്ള തൈലത്താൽ നിറഞ്ഞവനായി ഭാരതത്തിന്റെ ഇരുട്ടു നിറഞ്ഞ ദിശയെ നീ പ്രകാശിപ്പിച്ചു. മാർത്തോമാ ശ്ലീഹായാകുന്ന മെഴുതിരിയുടെ വെളിച്ചത്തിൽ നസ്രായനായ ഈശോയുടെ രൂപം കാണാൻ, രക്ഷ അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച നമുക്ക് ഓരോരുത്തർക്കും ആ വിശ്വാസത്തിന്റെ പൈതൃകത്തെക്കുറിച്ച് അഭിമാനിക്കാനും ദൈവത്തിന് നന്ദി പറയാനുമുള്ള ഏറ്റവും സുന്ദരമായ ഒരു ദിവസവും ആഘോഷവുമാണ് പ്രിയപ്പെട്ടവരെ ദുവറാന തിരുനാൾ. ദുവറാന എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സ്മരണ, ഓർമ്മയെന്നാണ്. തോമാ ശ്ലീഹായുടെ ധീരമായ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മയാണ് ദുവറാന തിരുനാളിൽ നമ്മൾ കൊണ്ടാടുന്നത്. AD 72 ജൂലൈ മാസം 3-ാം തീയതി മൈലാപ്പൂരിലെ ചിന്നമലയിൽ വെച്ച് വിശ്വാസത്തിന് ജീവിതം കൊണ്ട്, രക്തം കൊണ്ട് സാക്ഷ്യം നൽകിയ തോമായുടെ വിശ്വാസ ധീരതയാണ് നൂറ്റാണ്ടുകളായി ഭാരത ക്രൈസ്തവർ തോമായുടെ മക്കൾ എന്ന അഭിമാനത്തോടെ തങ്ങളെ തന്നെ വിശേഷിപ്പിക്കുന്ന ഭാരത ക്രൈസ്തവർ കൊണ്ടാടുന്നു. അതുകൊണ്ട് തന്നെ ദുവറാന തിരുനാൾ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് ദൈവത്തിന് നന്ദി പറയാനും ആ വിശ്വാസത്തിൽ അഭിമാനിക്കാനുമുള്ള ഏറ്റവും വിശുദ്ധമായ ഒരു ദിവസമാണ്. ഒരർത്ഥത്തിൽ ക്രൈസ്തവ ജീവിതം തന്നെ ഓർമ്മയുടെ, സ്മരണയുടെ ജീവിതമാണ്. ഓർമ്മകളില്ലെങ്കിൽ ക്രിസ്ത്യാനി ഇല്ല എന്നുള്ളതാണ് സത്യം. കുരിശിൽ നസ്രായനായ ഈശോ നേടിയ രക്ഷയുടെ ഓർമ്മയാണ് ഓരോ ദിവസവും വിശുദ്ധ ബലിയിലൂടെ ക്രൈസ്തവർ കൊണ്ടാടുന്നെങ്കിൽ, ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ച ശ്ലീഹന്മാരുടെ, രക്തസാക്ഷികളായി തീർന്ന ശ്ലീഹന്മാരുടെ ഓർമ്മ, അതിൽ വളരെ സവിശേഷമായി മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയാണ് നമ്മൾ ഇന്ന് ദുവറാന തിരുനാളിൽ ആചരിക്കുന്നതെങ്കിൽ, ഓർമ്മകൾ നഷ്ടപ്പെട്ടാൽ ക്രിസ്ത്യാനി ഇല്ലാതാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ രക്ഷയുടെ മഹത്തായ സ്മരണകളെ വീണ്ടും വീണ്ടും സജീവമാക്കി നിലനിർത്തുന്നതിലും ആഘോഷിക്കുന്നതിലും ഓരോ ദുവറാന തിരുനാളും നമ്മളെ സവിശേഷമായി ക്ഷണിക്കുന്നുകൂടിയുണ്ട്. സുവിശേഷങ്ങൾ അവതരിപ്പിക്കുന്ന തോമായെക്കുറിച്ചുള്ള ചിത്രം 4-ാം സുവിശേഷകൻ വിശുദ്ധ യോഹന്നാനാണ് ഏറ്റവും ദീപ്തമായി അവതരിപ്പിക്കുന്നത്. 3 തവണ യോഹന്നാന്റെ സുവിശേഷത്തിൽ തോമാ ശ്ലീഹായെ നമ്മൾ കണ്ടെത്തും. 11-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ശത്രുതയോടെ നസ്രായനായ ഈശോയെ അവസാനിപ്പിക്കാൻ അവസരം കാത്തിരിക്കുന്ന ജെറൂസലേമിലേക്ക്, ശത്രുക്കളുടെ ഇടയിലേക്ക് പോകാനുള്ള അവന്റെ ഉദ്യമത്തിൽ പതറി നിൽക്കുന്ന ശിഷ്യരുടെ മുൻപിൽ നമുക്കും അവന്റെ കൂടെ പോയി മരിക്കാമെന്ന് പറഞ്ഞ് ധീരമായി യേശുവിന്റെ ഒപ്പം മരണത്തിലേക്ക് കൂടി നടക്കാൻ ധൈര്യം കാണിക്കുന്ന ശിഷ്യനായി തോമായ സുവിശേഷകൻ വരച്ചു കാട്ടുകയാണ്. 14-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ അവന്റെ വേർപാടിനെ കുറിച്ചുള്ള വ്യഥയിൽ, വാർത്തയിൽ വേദനിച്ച് നിൽക്കുന്ന ശിഷ്യന്മാരുടെ ഇടയിൽ നിന്ന്
നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും എന്ന തോമായുടെ നിഷ്കളങ്കമായ സംശയത്തിൽ നിന്നാണ് ഞാനാണ് വഴിയും സത്യവും ജീവനും എന്നുള്ള സുന്ദരമായ വെളിപ്പെടുത്തൽ നസറായനായ ഈശോ നൽകുന്നു. ഒരുപക്ഷെ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ, പുതിയ നിയമത്തിന്റെ തന്നെ ഏറ്റവും ഉന്നതമായ മുഹൂർത്തമെന്ന് ബൈബിൾ വ്യാഖ്യാതാക്കൾ വിശേഷിപ്പിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 28-ാം വാക്യമാണ്. അവിടെയാണ് മാർത്തോമാ ശ്ലീഹ എന്ന വിശ്വാസിയെ സുവിശേഷം അവതരിപ്പിക്കുന്നത്. നിർഭാഗ്യവശാൽ തോമായുടെ സ്നേഹശാഠ്യത്തെ പലരും സംശയമെന്നോ നിർബന്ധ ബുദ്ധിയെന്നോ ഒക്കെ പറയുന്നെങ്കിലും സുവിശേഷം അവതരിപ്പിക്കുന്ന വിശ്വാസത്തിന്റെ ഏറ്റവും ഉന്നതമായ മുഹൂർത്തം യോഹന്നാന്റെ 20-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ തോമായുടെ ഏറ്റുപറച്ചിലാണ്, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ചരിത്രപരമായി ഈ ഒരു വിശ്വാസ പ്രഖ്യാപനത്തിന് വലിയൊരു സാങ്കത്യം കൂടി ആ കാലത്തുണ്ടായി. അഗസ്റ്റസ് സീസറിന്റെ കാലം മുതൽ റോമാ സാമ്രാജ്യം ചക്രവർത്തി പൂജയുടെ അടിമത്വത്തിലായി. മനുഷ്യരായ റോമൻ ചക്രവർത്തിമാർ സ്വയം ദൈവതുല്യരായി പ്രഖ്യാപിക്കുകയും തെരുവുകൾ തോറും അവരുടെ പ്രതിമകൾ സ്ഥാപിച്ച് അവിടെ ഒരുമിച്ചുകൂടി ധൂപമർപ്പിക്കാൻ പൗരന്മാരെ നിർബന്ധിക്കുകയും ചെയ്യുന്ന ഒരു ചരിത്ര സന്ധിയിൽ ഈ റോമൻ ചക്രവർത്തിമാർ തങ്ങൾക്ക് സ്വയം ചാർത്തിക്കൊടുത്ത പേരാണ് ഡോമിനൂസ് എത്ത് ദേവൂസ് നോസ്റ്റർ, അവർ ലോർഡ് ആൻഡ് അവർ ഗോഡ്. അങ്ങനെയാണ് അവർ ജനങ്ങളാൽ അഭിസംബോധന ചെയ്യപ്പെടാൻ ആഗ്രഹിച്ചത്. അങ്ങനെ ചക്രവർത്തി പൂജയുടെ ഒരു മാരകമായ കാലഘട്ടത്തിൽ മാർത്തോമാ ശ്ലീഹായുടെ അധരങ്ങളിലൂടെ സത്യവിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടക്കുകയാണ്. മനുഷ്യരായ, ദൈവങ്ങളെന്ന് സ്വയം വിളിക്കുന്ന, മരണത്തെ മറികടക്കാൻ കെൽപ്പില്ലാത്ത റോമൻ ചക്രവർത്തിമാരല്ല യഥാർത്ഥ കർത്താവും ദൈവവുമായിട്ടുള്ളത്. അത് മരണത്തെ മറികടന്ന നസറായനായ ഈശോയാണ്. ആ വിശ്വാസത്തിന്റെ പരമമായ പ്രഖ്യാപനത്തിലാണ് വിശുദ്ധ വേദപുസ്തകം പഴയ നിയമം യഹോവയായ ദൈവത്തിന് മാത്രം നൽകിയിരുന്ന കർത്താവ് എന്നുള്ള അഭിദാനം മാർത്തോമാ ശ്ലീഹായുടെ അധരങ്ങളിൽ നിന്ന് നസറായനായ യേശുവിനെ ഉദ്ധാനം ചെയ്ത ദൈവത്തിന് പ്രകീർത്തിക്കപ്പെടുന്നത്. നശ്വരരായ മനുഷ്യരല്ല അവർ. എത്ര അധികാരത്തിന്റെ ആൾരൂപങ്ങളായിട്ടോ അതിന്റെ അധികാരത്തിന്റെ മൂർത്തരൂപങ്ങളായിട്ടോ മാറിയാലും മരണത്തെ മറികടന്ന നസറായനായ ഈശോ മാത്രമാണ് ഡോമിനൂസ് എത്ത് ദേവൂസ് നോസ്തർ, നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും. ഈ ഒരു വിശ്വാസ പ്രഖ്യാപനത്തെയാണ് സുവിശേഷകന്മാർ വിശ്വാസത്തിന്റെ, സുവിശേഷങ്ങളുടെ ഏറ്റവും ഉന്നതമായ മുഹൂർത്തം എന്ന് വിശേഷിപ്പിക്കും. അപ്പോൾ സുവിശേഷങ്ങളിൽ, പ്രത്യേകിച്ച് 4-ാം സുവിശേഷത്തിൽ തോമാ ശ്ലീഹായ്ക്ക് അനിതര സാധാരണമായ ഒരു വിശ്വാസത്തിന്റെ സ്ഥാനം വളരെ ബോധപൂർവം സുവിശേഷകൻ നൽകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ തോമായുടെ വിശ്വാസത്തെ ഓർമ്മിക്കാൻ, അനുകരിക്കാൻ, ആ വിശ്വാസത്തിന്റെ ഏറ്റവും ഉന്നതമായ സാക്ഷ്യമായ രക്തസാക്ഷിത്വത്തോളം തോമായെ പോലെ അടിയുറച്ച വിശ്വാസികളും അടുത്തനുഗമിക്കുന്ന ശിഷ്യരുമാകാനുള്ളതാണ് ദുഃഖനാന തിരുനാളിന്റെ ക്ഷണമെന്ന് പറയും. ഇന്നത്തെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 24 മുതലുള്ള വാക്യങ്ങളിൽ ഒരു സ്നേഹശാഠ്യത്തെയും അതിന് കീഴടങ്ങി കൊടുക്കുന്ന ഗുരുവിനെയും നമ്മൾ കാണുന്നു. അവന്റെ മുറിവുകൾ കണ്ടല്ലാതെ വിശ്വസിക്കുകയില്ല, അവന്റെ വിലാപ്പുറത്ത് തൊടാതെ വിശ്വസിക്കുകയില്ല എന്നുള്ള തോമായുടെ ഒരു സ്നേഹശാഠ്യത്തിന്റെ മുമ്പിൽ ഉദ്ധാനം ചെയ്ത ഈശോ സ്വയം തോറ്റുകൊടുക്കുന്നതാണ് ഏറ്റവും സുന്ദരമായ ദൃശ്യം. അവൻ ശിഷ്യരുടെ ഇടയിൽ വന്ന് നിന്നിട്ട് തോമസിനോട് പറയാണ്, നിന്റെ വിരലിവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക, കൈനീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കും. തോമസ് തൊട്ടുനോക്കിയെന്ന് സുവിശേഷങ്ങൾ ഒരിടത്തും പറയുന്നില്ല. മറിച്ച് ഗുരു തന്റെ മുമ്പിൽ, തന്റെ സ്നേഹശാഠ്യത്തിന്റെ മുമ്പിൽ തോറ്റു തന്നപ്പോൾ എന്റെ ആത്മാവിൽ നിന്ന് ഒരു നിലവിളിയും ഒരേറ്റുപറച്ചിലുമായിട്ടാണ് എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്നുള്ള ഏറ്റുപറച്ചിലിനെ നമ്മൾ കാണേണ്ടത്. ശിഷ്യനെ ഗുരു നേടിയത് അവന്റെ മുമ്പിൽ തോറ്റുകൊടുത്തുകൊണ്ടാണ്. ഒരു വേള ദൈവം മനുഷ്യന്റെ സ്നേഹശാഠ്യങ്ങളുടെ മുമ്പിൽ തോറ്റുകൊടുത്തുകൊണ്ട് അവരെ നേടുന്നതിന്റെ സുന്ദര ചിത്രമാണ് ഇവിടെ കാണുന്നത്. ശാഠ്യം പിടിക്കുന്നവരുടെ മുമ്പിൽ തോറ്റുകൊടുക്കുന്ന നസറായനായ ഈശോയെ 2024-ാം ആണ്ടിൽ നമ്മൾ വീണ്ടും ഈ ഭാരതത്തിലേക്ക് സുവിശേഷത്തിന്റെ വെളിച്ചവുമായിട്ട് വന്ന
തോമാശ്ലീഹയുടെ രക്തസാക്ഷിത്വത്തെ ഓർക്കുന്ന ഈ ദുഖറാന തിരുനാളിൽ തോമായുടെ വിശ്വാസ പൈതൃകം നേടുന്ന ഈ ഒരു സഭയെക്കുറിച്ച് ആകുലതയോടെ ചിന്തിക്കുന്ന ദിവസം കൂടിയാണ്. ചില സാഠ്യങ്ങളെയും നമ്മൾ ഈ കാലഘട്ടത്തിൽ ചില മത്സരങ്ങളെയും എല്ലാം സഭ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാളെ വിശ്വാസത്തിന്റെ ഗതി എന്താകും, സഭയുടെ ഗതി എന്താകും എന്നൊക്കെയുള്ള ആകുലതകൾ സഭയെ സ്നേഹിക്കുന്നവരുടെ ഒക്കെയും മനസ്സിൽ നിന്ന് ഉയരുന്നുണ്ട്. തോറ്റുകൊടുത്തുകൊണ്ട് നേടിയ ഒരു നസറായനായ ഈശോയുടെ സുന്ദരമായ ചിത്രം, ആ സ്നേഹത്തിന്റെ മുമ്പിൽ വിലാപത്തോടെ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലുകൾ നടത്തിയ തോമസിന്റെ ചിത്രം, ഇതിലപ്പുറം വർത്തമാനകാലത്തെ ഈ സഭയ്ക്ക് പഠിക്കാൻ, ഇതിന്റെ പ്രതിസന്ധികളിൽ നിന്ന് കരകയറാനുള്ള ആത്മീയ പാഠം മറ്റെന്താണ്? ഈ ഒരു ആത്മീയ പാഠത്തിൽ നിന്ന് പഠിക്കാനും ഈ കാലത്തിന്റെ പ്രതിസന്ധികളെ മറികടക്കാനും ചില സാഠ്യങ്ങൾക്ക് മുമ്പിൽ തോറ്റുകൊടുത്തുകൊണ്ടും ചില സ്നേഹത്തെ വിലാപത്തോടെ ഏറ്റുപറഞ്ഞുകൊണ്ടും രമ്യതയിലേക്ക് കടന്നു വരാൻ, അനുരഞ്ജനത്തിലേക്ക്, സമാധാനത്തിലേക്ക്, സഹവർത്തിത്വത്തിലേക്ക് കടന്നു വരാൻ വർത്തമാനകാലത്തിലെ നമ്മുടെ സഭയ്ക്ക് കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഈ ദിവസം ഒരുമിച്ച് പ്രാർത്ഥിക്കാനുള്ള ദിവസം കൂടിയാണ്. സഭാദിനമായിട്ടാണ് ദുഖറാന തിരുനാൾ നമ്മൾ ആചരിക്കുന്നത്. മാർത്തോമാശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ഭാരതസഭ എന്ന യാഥാർത്ഥ്യത്തെ, അതിന്ന് പണ്ട് പമ്പാ നദിക്കും പെരിയാറിനും ഇടയിൽ ഒതുങ്ങി നിന്ന സഭയാണെങ്കിൽ ഇന്നൊരാഗോള സഭയായി ലോകത്തിലെ സകല ഭൂഖണ്ഡങ്ങളിലേക്കും വളർന്ന ഒരാഗോള സഭയായിട്ട് മാർത്തോമായുടെ സഭയും മക്കളും മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകളെ വിശാലമാക്കാൻ, ലോകത്തിന്റെ അതിരുകളോളം തോമായുടെ വിശ്വാസത്തിന്റെ ഉറപ്പോടുകൂടി കടന്നു ചെല്ലാൻ, എവിടെയൊക്കെ വിശ്വാസത്തിന്റെ കോട്ടകൾ ദുർബലമാവുകയും വിശ്വാസം അപ്രസക്തമെന്ന പോലെ മനുഷ്യർ ജീവിക്കുകയും ചെയ്യുന്ന ഇടങ്ങളിലൊക്കെയും ഒരാഗോള സഭയായി മാറിയ നമ്മുടെ സഭയ്ക്ക്, മാർത്തോമായുടെ മക്കൾക്ക് തങ്ങളുടെ അടിയുറച്ച വിശ്വാസ പൈതൃകത്തിൽ നിന്നുകൊണ്ട് ആ ദേശങ്ങളെ, സംസ്കാരങ്ങളെ ഒക്കെയും നസറായനായ ഈശോയ്ക്ക് വേണ്ടിയും അവന്റെ സുവിശേഷത്തിന് വേണ്ടിയും നേടാനുള്ള വലിയൊരു അവസരത്തിന്റെ വാതിൽ നമുക്ക് മുമ്പിൽ ഒരു തുറന്ന കാലഘട്ടം കൂടിയാണ്. നമ്മുടെ സഭയെ അതിന്റെ പ്രതിസന്ധികളുടെ ഒക്കെയും നടുവിൽ സ്നേഹിക്കാൻ നമുക്ക് പറ്റട്ടെ. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അന്ന് ഗ്രേറ്റ് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടീഷ് പ്രഭുസഭയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞതായിട്ട് ഇങ്ങനൊരു വാചകം: ഓ ഇംഗ്ലണ്ട്, വിത്ത് ഓൾ ദൈ ഫോൾട്ട് ഐ ലവ് thee. ഇംഗ്ലണ്ട്, നിന്റെ എല്ലാ കുറവുകളോടുകൂടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇന്ന് ദുഖറാന തിരുനാളിൽ ഒരു സഭാദിനമാണ്, മാർത്തോമാ നസ്രാണികളുടെ ജാതീയ ദിനമെന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. എന്നാൽ ഈ സഭാമക്കൾ തങ്ങളുടെ സഭയെ നോക്കുമ്പോൾ അത് ഒരു പിടി പ്രതിസന്ധികളുടെ, മത്സരങ്ങളുടെ, വിഭാഗീയതയുടെ, തർക്കത്തിന്റെ ഒരു രംഗമായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റുമ്പോൾ പലരുടെയും ഉള്ളിൽ സഭയോടുള്ള സ്നേഹം, വിശ്വാസത്തിന്റെ കൂട്ടായ്മയിലുള്ള ഒരു വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഈ കാലത്ത് നമുക്കും പറയാൻ പറ്റണം, ഈ സഭയെ നോക്കിയിട്ട് വിത്ത് ഓൾ ദൈ ഫോൾട്ട്. ഇന്ന് ഇതിന്റെ ഉള്ളിൽ മത്സരങ്ങളുണ്ട്, ഇതിന്റെ ഉള്ളിൽ പ്രതിസന്ധികളുണ്ട്. പക്ഷേ ഈ സകല പ്രതിസന്ധികൾക്കും അപ്പുറം നസറായനായ യേശുവിന്റെ കൃപ ഈ സമൂഹത്തിലുണ്ട്. മാർത്തോമായുടെ വിശ്വാസത്തിന്റെ ഉറപ്പുള്ള പാരമ്പര്യമുള്ള ഒരു സമൂഹമാണിത്. ഈ സഭയെ നോക്കി ഓരോ വിശ്വാസിയും പറയേണ്ട ദിവസമാണ് വിത്ത് ഓൾ ദൈ ഫോൾട്ട് ഐ ലവ് thee. നിന്റെ എല്ലാ കുറവുകളോടും കൂടി, മനുഷ്യ സഹജമായ കുറവുകളൊക്കെയും ഇതിലുണ്ടെങ്കിലും ദൈവത്തിന്റെ കൃപയാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന നിന്റെ വിശ്വാസ പൈതൃകത്തെ പ്രതി ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പ്രിയരെ നമ്മളെല്ലാം ഈ സഭയോട്, സീറോ മലബാർ സഭയോട്, മാർത്തോമാ നസ്രാണികളുടെ പാരമ്പര്യമുള്ള സഭയോട് പറയേണ്ട ദിവസം കൂടിയാണ് ഓരോ ദുഖറാന തിരുനാൾ. തിരുസഭയെ, മാർത്തോമായുടെ വിശ്വാസത്തിന്റെ ഉറപ്പിന്റെ മേൽ പണിതുയർത്തിയ നമ്മുടെ സഭയെ നോക്കി സ്നേഹത്തോടെ ആ ലവ് thee എന്ന് പറയാനുള്ള ഒരു ദിവസം കൂടിയാണ് ഈ ദുഖറാന തിരുനാൾ എന്ന് പറയും. മാർത്തോമാശ്ലീഹ കൊടുങ്ങല്ലൂര് കപ്പലിറങ്ങി എന്നുള്ളതാണ് വിശ്വാസത്തിന്റെ ഏറ്റവും ദീപ്തമായൊരു പാരമ്പര്യം. AD 52 മുസൂരിസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന കൊടുങ്ങല്ലൂര് കപ്പലിറങ്ങി. തോമായുടെ 2 ചരിത്രപരമായ യാത്രകളാണ്, പ്രേക്ഷിത യാത്രകളാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് പുരാതനമായ സിൽക്ക് റൂട്ടിലൂടെ കരമാർഗം ഉത്തരേന്ത്യയുടെ പല പ്രദേശങ്ങളിൽ, തക്ഷശിലയും പെഷാറും അടക്കമുള്ള പാകിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെയും അദ്ദേഹം വന്നെത്തുകയും
പിന്നീട് ജെറുസലേം കൗൺസിൽ സൂനകദോസിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം തിരിച്ചുപോയി എന്നുള്ളതുമായ ഒരു പാരമ്പര്യമാണ്. ആദ്യത്തെ യാത്രയിലാണ് പേർഷ്യൻ സഭകൾ എദേസയിലെയും സെലൂഷ്യയിലെയും സ്റ്റെഫിഫോണിലെയും ഒക്കെ സഭകൾ അദ്ദേഹം സ്ഥാപിക്കപ്പെടുന്നു. രണ്ടാമത്തെ പ്രേക്ഷിത യാത്രയാണ് AD 52 ആരംഭിച്ച് കൊടുങ്ങല്ലൂര് കപ്പലിറങ്ങുന്ന കടൽ മാർഗമുള്ള യാത്ര. ആ യാത്രയിലാണ് ഭാരതത്തിന്റെ തെക്കൻ പ്രദേശങ്ങളൊക്കെയും സുവിശേഷത്തിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വരുന്നത്. ആ യാത്രയിൽ മുസൂരിസ് തുറമുഖത്ത് കൊടുങ്ങല്ലൂര് മാർത്തോമാ ശ്ലീഹ കപ്പലിറങ്ങി. കൊടുങ്ങല്ലൂർ ഒരു ബിംബമാണ്. ഇനിയും മാർത്തോമായുടെ വിശ്വാസ ദീപം ഏറ്റുവാങ്ങിയ നമ്മൾ ഓരോരുത്തരും നസറായനായ ഈശോയുമായിട്ട് അവന്റെ സുവിശേഷത്തിന്റെ മൂല്യങ്ങളുമായിട്ട് ചെന്നിറങ്ങേണ്ട പ്രദേശങ്ങളുടെ പ്രേക്ഷിത മേഖലകളുടെ ഒക്കെയും പ്രതീകമായിട്ടാണ് കൊടുങ്ങല്ലൂര് നിലകൊള്ളുന്നത്. അതൊരു പക്ഷേ ദാരിദ്ര്യത്തിന്റെയും രോഗത്തിന്റെയും അസമത്വങ്ങളുടെയും മൂല്യച്യുതികളുടെയും ഒക്കെ മേഖലകളിൽ നസറായനായ യേശുവിന്റെയും അവന്റെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിന്റെയും പ്രതീകവുമായി, സുവിശേഷത്തിന്റെ വെളിച്ചവുമായിട്ട് നമ്മൾ ഓരോരുത്തരുടെയും പ്രേക്ഷിത നൗകകൾ അടുക്കേണ്ട തീരങ്ങളായിട്ട് അവശേഷിക്കുകയാണ്. ഈ ദുഃഖറാന തിരുനാളിൽ ആ ഒരു പ്രേക്ഷിത ആഭിമുഖ്യം കൂടി നമ്മളെ ഗ്രസിക്കാനിടയാകും. ആ ഒരു പ്രേക്ഷിത തീഷ്ണത കൂടി നമ്മുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കാനിടയാകും. ഓരോ ക്രിസ്ത്യാനിയും ഒരു പ്രേക്ഷിതനാണ്. അറിയാത്ത ഭൂഖണ്ഡങ്ങളിലേക്ക് യേശുവുമായി സുവിശേഷത്തിന്റെ വെളിച്ചവുമായി യാത്ര ചെയ്യാൻ ശ്ലീഹന്മാരെ ഒക്കെയും പ്രേരിപ്പിച്ചത്, നിർബന്ധിച്ചത് ഉള്ളിൽ ജ്വലിച്ച അടങ്ങാത്ത പ്രേക്ഷിത തീക്ഷ്ണതയായിരുന്നെങ്കിൽ, സ്നേഹിതരെ, ഇന്ന് ഈ ദുഃഖറാന തിരുനാളിൽ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായിൽ എരിഞ്ഞ അതേ പ്രേക്ഷിത തീക്ഷ്ണതയാൽ ഇനിയും സുവിശേഷം എത്തേണ്ട തീരങ്ങളിലേക്ക് ആ സുവിശേഷവുമായിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു തീക്ഷ്ണത നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന തോമായുടെ ഏറ്റുപറച്ചിലിന് ഉദ്ധിതനായ ഈശോ പറയുന്ന വാചകം ഇതാണ്: നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിക്കും. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാൻ. കാണാതെ ഉദ്ധിതനെ വിശ്വസിക്കാൻ, സുവിശേഷത്തെ സ്വീകരിക്കാനുള്ള വിളി ലഭിച്ചവരാണ് ഇന്ന് വചനം കേൾക്കുന്ന, ഈ തിരുനാൾ ആഘോഷിക്കുന്ന നമ്മൾ ഓരോരുത്തരും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ് ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയും, ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താൽ. വിശ്വാസത്താലുള്ള ഒരു യാത്ര അസാധ്യമാവുന്ന ഒരു കാലത്ത് സകലതും കണ്ടും കേട്ടും തൊട്ടും അനുഭവിച്ചും വിശ്വസിക്കൂ, അതിനപ്പുറമുള്ളതിൽ വിശ്വസിക്കാൻ സാധിക്കുകയില്ലെന്ന് പറയുന്ന ഒരു ലോകത്തിന്റെ നടുക്ക് അഭിമാനത്തോടെ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല എന്നുറക്കെ പറയാൻ ഓരോ ദുഃഖറാന തിരുനാളും നമ്മളെ ക്ഷണിക്കുകയാണ്. നസറായനായ ഈശോ പറയുന്നു, എന്നെ കണ്ടതുകൊണ്ട് നീ വിശ്വസിക്കുന്നു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാൻ. മാർത്തോമായുടെ രക്തസാക്ഷിത്വത്തിന്റെ ഈ ദീപ്ത സ്മരണകൾ നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തട്ടെ. ഒരു സഭയെന്ന നിലയിൽ നമ്മുടെ കൂട്ടായ്മയെ വളർത്തട്ടെ. ഈ സഭയെ അതിന്റെ സകല പരിമിതികളോടും കൂടി അഗാധമായി സ്നേഹിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ. സുവിശേഷവുമായി ഇനിയും അതെത്താത്ത ഇടങ്ങളിലേക്ക് പ്രേക്ഷിത യാത്രകൾ നടത്താനുള്ള ചൈതന്യവും ശക്തിയും ധൈര്യവും പരിശുദ്ധാത്മാവ് നമുക്കെല്ലാം നൽകട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ മാധ്യസ്ഥം നമ്മളെല്ലാം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.